അങ്ങനെ ആയിരിക്കണം. ഈ ലൂസിഫറിന്റെ ഒരു പള്ളിയിൽ വന്നിരിക്കത്തില്ലേ, ആ പള്ളിയിൽ വളർന്നു എന്നാണോ പറയണത്? ആ പള്ളിയിൽ അച്ഛനൊക്കെയാണ് കൂടുതൽ നോക്കിയത്. പിന്നെ അതിനുശേഷം ആ പള്ളിയിൽ വളർന്നെന്നാണ് പറയണത്. പള്ളിയിൽ വളർന്നെന്നല്ല, എന്ന് പറഞ്ഞാൽ അത് ലാലേട്ടന്റെ ആ ക്യാരക്ടറിന്റെ അമ്മയും ലാലേട്ടനും മറ്റേ പള്ളി അഭയം കൊടുത്ത് അങ്ങനെ നിന്ന സമയത്താണ്, ആരാണ് അച്ഛനെന്ന് അറിയാതെ അങ്ങനെ നിന്ന സമയത്തല്ലേ പി കെ രാമദാസ് പിന്നെ അമ്മയുടെ മരണത്തിന് ശേഷം വീട്ടിലിട്ട് കൊണ്ടുപോയത്. അപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്തതിന് ശേഷമാണല്ലോ അവിടെ നിന്ന് വളർന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ കൂടുതലും ഭൂരിഭാഗവും അത് പള്ളിയിൽ അച്ഛനാണ് സപ്പോർട്ട് ചെയ്തത് ക്യാരക്ടർ തന്നെ. കൂടുതൽ അറിയാന്നുള്ളതും അത് ലാലേട്ടന്റെ ക്യാരക്ടറിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാന്നുള്ളതും എല്ലാം പള്ളിയിൽ അച്ഛനാണ്. അപ്പൊ പിന്നെ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇത്രയും വർഷം എവിടെയായിരുന്നെന്നുള്ള ചോദ്യം. അപ്പൊ അതൊക്കെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്തായിരുന്നാലും ഇതാണ് എമ്പുരാൻ തന്നെ ആയിരിക്കും. പിന്നെ ഇതിനൊരു 3 ഉണ്ടെന്നും കൂടെ പറയുന്നുണ്ട്. 3 പാർട്ട് ഉണ്ട്. അവര് ഫസ്റ്റ് ലൂസിഫർ തുടങ്ങിയ സമയത്ത് പറഞ്ഞതാണ് 3 ഭാഗങ്ങളായിട്ട് കഥ ഉണ്ട്. 3 ഭാഗമുണ്ട്. പക്ഷെ എമ്പുരാന്റെ സക്സസ് എങ്ങനെയായിരിക്കും എന്ന് നോക്കിയിട്ടായിരിക്കും അത് പറഞ്ഞില്ല. അതിപ്പോ പറഞ്ഞിട്ടുണ്ട്. ലൂസിഫർ ഇറങ്ങിയ സമയത്ത് ലൂസിഫർ വൻ വിജയമാണെങ്കിൽ അവർ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ആലോചിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എമ്പുരാനും വിജയമായിരിക്കും. പക്ഷെ എമ്പുരാൻ ഈ ടൈമിൽ ഇപ്പം അവിടെ നിന്നപ്പോൾ ആന്റണി പെരുമ്പാവൂർ 3ാമത്തതിൽ അനൗൺസ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണത്. അതുപോലെ തന്നെ അത് നീ നേരത്തെ പറഞ്ഞ പോലെ പൃഥ്വിരാജ് പറഞ്ഞു, ഇപ്പൊ ഫസ്റ്റ് പാർട്ടിലാണെങ്കിൽ കൊണ്ട് നിർത്തിയേക്കണ ഭാഗം വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് പാർട്ട് ഇല്ല എന്നുള്ള രീതിയിലാണ് നിർത്തിയേക്കണത്. പക്ഷെ ഇതിനകത്ത് എമ്പുരാനിൽ വരുമ്പം അത് അങ്ങനെ ഒരു എൻഡിങ് ഇല്ല, നമുക്ക് തേർഡ് പാർട്ട് കണ്ടാലേ കഥ ഫുള്ള് ഫിനിഷ് ആവോ എന്നുള്ള രീതിയിലാണ് കൊണ്ട് നിർത്തിയേക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ അങ്ങനെ ഉള്ളത്. പിന്നെ ട്രെയിലറിൽ ഇല്ലാത്ത ഒരു സീന് പോലും പടത്തിലും എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പൊ കുറച്ച് റൂമറുകൾ വന്നായിരുന്നു. അതായത് മറ്റേ ഗൺ ഷോട്ട് ഉണ്ടല്ലോ ഇങ്ങനെ നിൽക്കണത്, അതിങ്ങനെ പറഞ്ഞു അത് ടീസറിന് വേണ്ടി ചിത്രീകരിച്ചതാണ് എന്ന് മാത്രമൊക്കെ പറഞ്ഞ കുറെ റൂമർ വന്നായിരുന്നു. അപ്പൊ പൃഥ്വിരാജിനെ എതിരെ സംസാരിച്ചു. അതായത് ഞാൻ എന്റെ ട്രെയിലറിൽ കാണിച്ചേക്കുന്ന എല്ലാ സീനും പടത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു വില്ലനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മറ്റേ മാരി ടൂര ജോന പോലെയല്ലേ അല്ലേ, എന്റെ മുടിയൊക്കെ കണ്ടിട്ട്. അങ്ങനെ പറയണമെങ്കിൽ അത് ഇലുമിനാറ്റി തന്നെയാണ്. ലോകത്ത് എല്ലായിടത്തും ഇവിടെ പ്രസൻസ് പറയണമെങ്കിൽ ഇലുമിനാറ്റി ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇവരൊക്കെ ഈ എന്താണ് ലാലേട്ടനെ പിടിക്കാൻ വരുന്നവരായിരിക്കും. പട്ടാളക്കാരെല്ലാരും പിടിക്കാൻ വരണവർ തന്നെ അങ്ങനെയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗാങ്സ്റ്റർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അത്രയും വലിയൊരു പവർഫുൾ ഗ്രൂപ്പ് ആണെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതായത് എനിക്ക് തോന്നണത് ഈ പല സംസ്ഥാനങ്ങളിൽ തന്നെ, ഇപ്പൊ ഇന്ത്യയിൽ എടുക്കാമെങ്കിലും വേറെ നമ്മൾ പുറത്തെല്ലാം നോക്കിയാലും പല രാജ്യങ്ങളിലും ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇവര് മാത്രം വിചാരിച്ച കാര്യങ്ങൾ നടക്കും. ഇവരേതായിട്ടുള്ള ഗ്രൂപ്പുകൾ എല്ലാ സ്ഥലത്തും കാണും. നമ്മളിപ്പോ ഇലുമിനാറ്റി എന്ന് പറയെങ്കിലും ഇലുമിനാറ്റിയുടെ പവറിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ. അതായത് ഇവര് വിചാരിച്ച കുറെ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കാൻ പറ്റും. ആ ഒരു കാര്യങ്ങളുണ്ട്. ഇത്രയും പവർഫുൾ ആയിട്ടൊരു ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് ഇപ്പം ലൂസിഫറില് ലാലേട്ടനൊപ്പം നിൽക്കാൻ, അതായത് ആ ഒരു ചുറ്റുപാടിൽ നിൽക്കാൻ അത്രയും പവർഫുൾ ആയിട്ട് അവരാണ് ബോബിനെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് എമ്പുരാൻ വരുമ്പോഴത്തേക്ക് ഇവർ ഇത്രയും പവർഫുൾ ഗ്യാങ് ആണെങ്കിൽ ഓപ്പോസിറ്റ് എന്തായിരുന്നാലും അതിനൊത്ത പവർഫുൾ ആയിട്ടുള്ള ടീമോ ഒരാളോ എന്തായിരുന്നാലും ഉണ്ടാവും. പിന്നെ അതുപോലെ ഈ മോതിരത്തിന്റെ സീന് ഇതില് പലരും പറഞ്ഞിട്ടുണ്ട്, ഈ മോതിരം മറ്റേ ഡ്രാഗൺ ഫ്ലൈ കാണിക്കുന്നത് സിക്കാഡ അങ്ങനെ പറയാം. അതായത് ഒരു ഡ്രഗ് ഡീലറിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരാളാണ് ഈ സിമ്പല് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു പക്ഷേ ഒരു ഡ്രഗ് ഡീലിംഗിലുള്ള ഒരു വലിയ ഒരു പാസ്റ്റ് കാണും കുറെ ബന്ധങ്ങൾ പറയുന്നുണ്ട് ഡ്രാഗൺ ഫ്ലൈക്ക്. പിന്നെ മാത്രമല്ല ഈ ലൂസിഫറിലാണെങ്കിൽ ഇലുമിനാറ്റി എന്ന് പറയണത് സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ ഓരോരുത്തരിങ്ങനെ കണ്ടുപിടിച്ച് ഡീകോഡ് ചെയ്ത് വന്നതാണ് ഇലുമിനാറ്റി. ഓപ്പൺ ആയിട്ട് അങ്ങനെ ലൂസിഫർ പറഞ്ഞു. ടീസറി വന്നപ്പോഴത്തേക്കും ഇത് കണ്ട അവിടെ അവിടെ തന്നെ ട്രയാങ്കിളും എല്ലാം വരുന്നുണ്ട്. അവിടെ ഇവിടെ തന്നെ ഓപ്പൺ ആയിട്ട് തന്നെ ലൂസിഫർ പറഞ്ഞ സമയത്ത് ഈ എഴുതി കാണിക്കുന്ന ടൈമില് അതെല്ലാം അവിടെ ഉള്ളതാണ്. പല സിമ്പിളായിട്ട് ജ്യൂസിന്റെ ഏറ്റവും അവസാനത്തിലുണ്ടല്ലോ ജൂതന്മാരുടെ കാണിക്കുന്നുണ്ട്. ഇപ്പം മനസ്സിലായത് ട്രയാങ്കിൾ ഇതാണ് മോതിരത്തിലുള്ളത്. ഇത് പക്ഷെ ഈ ഇതല്ല മറ്റേ
ഒരാൾ തിരിഞ്ഞിരിക്കുന്ന ഒരു ഇത് വന്നായിരുന്നല്ല അത് അതിലെ ഡ്രാഗനാണ് അതിൽ കാണിച്ചേക്കണേ, ഇതില് സിക്കാടാ. ഇപ്പൊ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് തന്നെ ഇലുമിനാറ്റി ആണെന്ന് സ്ഥാപിക്കുകയാണ് തന്നെ, കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് ഇലുമിനാറ്റി. അത് പിന്നെ അത് ഒരുപാട് പറയാനുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് നല്ല ടോപ്പായിട്ട് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടർ ഇതിനകത്തുണ്ട്. അതാണ് നമ്മൾ, അത് ആരാണെന്ന് അറിയാനാണ് നമ്മുടെ ഒരു മേ ബി നമ്മൾ തുടക്കം പറഞ്ഞില്ലേ പൊളിറ്റിക്കല് IUF പാർട്ടി ഡൗൺ ആയെന്ന് പറഞ്ഞില്ലേ, മേ ബി അവര് ഒരു പവർ കൊണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെ. ബോബി മരിച്ചല്ലോ, ബോബി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാള് കേരളത്തിലെ സീനില്. ഓ അന്നത്തെ കാറ് ഇത് എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റീഫൻ മിക്കവാറും വരണതിന് തൊട്ട് മുമ്പുള്ളതായിരിക്കും. അതായത് അവിടുത്തെ കുറച്ച് പരിപാടിയൊക്കെ ഒതുക്കി നമ്മൾ കേരളത്തിലേക്ക് വരണ ടൈമില് സ്റ്റീഫൻ ഇനിയിപ്പോ വണ്ടിയൊക്കെ എടുത്താ അതിനുള്ള ശേഷമാണ് ലൂസിഫർ എന്നുള്ള കഥ. ഇത് ഫ്യൂച്ചറാണ്, ഇത് തകർന്ന് ഇരിക്കുന്ന. അപ്പൊ രണ്ട് പാസ്റ്റ് ഫ്യൂച്ചറും എല്ലാം ഉണ്ട്. പിന്നെ ഈ സീൻ അതേപോലെ മിക്കവാറും എന്റെ ഒരു ഇത് വെച്ചിട്ട് ഇത് മഞ്ജു വാര്യര് ഒരു മീഡിയയിലോട്ട് മൊത്തം വേറെ കാര്യം നോക്കടാ, ട്രയാങ്കിൾ ആണ് കണ്ട, ട്രയാങ്കിളിനകത്താണ്. അല്ല ഞാൻ ലേഡീസ് മാത്രമാണോ നോക്കിയത്, പക്ഷെ ഇവിടെ ഇത് ആണുങ്ങളുണ്ട്. ലേഡീസ് ആണെങ്കിൽ മറ്റേ സാനിക്ക് പറ്റിയതുപോലെ ഡ്രഗ് അഡിക്ഷന്റെ ക്ലാസ് എടുത്ത് കൊടുക്കണ പോലെയൊക്കെ പറയാം. പക്ഷെ ഇത് ആണുങ്ങളും ഉണ്ട് അവിടെയൊക്കെ.